നമുക്കിന്നൊരു മീൻ പീര തയ്യാറാക്കിയാലോ. ചാളമീനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ച കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി അധികമായിട്ട് അങ്ങ് ചതച്ചെടുത്തിട്ടില്ല, ഇത്രയും മതിയാകും. ചട്ടി ചൂടായതിലേക്ക് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മുളകെല്ലാം ഇപ്പം നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അരപ്പ് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. തോട്ടുപുളിക്ക് പകരം നിങ്ങൾക്ക് വാളൻപുളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് റൗണ്ടായി അരിഞ്ഞെടുത്തതാണ്. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കണം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇതുപോലെ ഒന്നുകൂടി ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻ പീരയുടെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് സൈഡിലോട്ടൊന്ന് ആക്കി കൊടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ വറ്റിപ്പോകും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്